ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോ ആയിട്ട് നമ്മൾ ഇൻട്രോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇന്ന് വീഡിയോയിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഹായ് പറ. നമ്മൾ സാധാരണ ഇവിടെ വർക്ക് കിടക്കുന്ന സമയത്ത് ആളിനെ കൊണ്ടുവരാറില്ല, ഭയങ്കര കുരുത്തക്കേടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ വലിയ രീതിക്കുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, എന്നാൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേപ്പിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇവിടെ മോട്ടറിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നത്. അത് കഴിഞ്ഞിട്ടിപ്പം വീണ്ടും ഒരു 1-1.5 മാസം കൂടെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പ്ലാസ്റ്ററിങ് ഫുള്ള് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, അകം മാത്രം ആദ്യം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ട, ചെയ്യുമ്പോഴത്തേക്ക് ഒരുമിച്ച് പ്ലാസ്റ്റർ ചെയ്ത് തീർക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു സംസാരം വന്നായിരുന്നു. അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ മൊത്തത്തിൽ പിന്നെ പ്ലാസ്റ്റർ ചെയ്ത് തീർത്തിട്ടാം. പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാനല്ല നോക്കിയത്, അതിൻ്റെ മേൽനോട്ടം മൊത്തം ഇദ്ദേഹമാണ് വഹിച്ചത്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല വർക്കുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഇടയിൽ വന്ന് നോക്കാനുള്ള സമയങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂടുതലും ഞായറാഴ്ചയൊക്കെയാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ള ഫുൾ ദിവസങ്ങളിലും വർക്ക് കിടന്ന സമയത്തൊക്കെ ഇദ്ദേഹമാണ് കാര്യമായിട്ട് നോക്കിയത്. അപ്പം പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ പറയും. പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കുറച്ചൊന്ന് എമൗണ്ട് ഒന്ന് കൂടി. അതുപോലെ തന്നെ ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഒരു 15-20 ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്തത്, പക്ഷേ 25-26 ദിവസം എടുത്തു. ഇതിനിടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം മഴയുള്ള ദിവസങ്ങളിൽ ചെറുതായിട്ടൊന്ന് സ്ലോ ഒക്കെ ആയിരുന്നു. വലിയ രീതിക്ക് പ്രശ്നങ്ങളില്ലാതെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. നമ്മൾ പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ നിന്നും ഒരു പടി ഒന്ന് മുകളിലോട്ടും പോയി. പണി തുടങ്ങണ വരെ മഴയില്ലായിരുന്നു, പണി തീർന്നതിന് ശേഷം മഴയില്ല. ഇതിനിടയ്ക്ക് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒന്ന് മഴ പെയ്യും, കുറച്ചു നേരം കഴിയുമ്പോൾ മാറും, അങ്ങനെയൊക്കെയായിരുന്നു. ടോപ്പ് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പം നമ്മൾ വെള്ളം കെട്ടി നിർത്തി ഒരാഴ്ചയോളം വെള്ളം കെട്ടി നിർത്തി, അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് ടോപ്പ് പ്ലാസ്റ്റർ ചെയ്ത ദിവസം മഴ പെയ്തില്ല. ബാക്കി എല്ലാ ദിവസവും 1 മണിക്കൂറും അരമണിക്കൂറൊക്കെ ഇങ്ങനെ ചുമ്മാ മഴ പെയ്തുകൊണ്ടിരിക്കും. പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ആ ഒരു ലുക്ക് ഒന്ന് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. പ്ലാസ്റ്റർ ചെയ്യുന്ന മുമ്പുള്ള ലുക്കൊക്കെ നമ്മുടെ വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. ഇനിയിപ്പം മേളിൽ 2 സ്ക്വയർ ട്യൂബ് വയ്ക്കാണ്ട് കേട്ടോ, ആ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി അതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. ജാനി വാ വാ. പ്ലാസ്റ്ററിങ് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് 2 ടെമ്പററി ഡോറും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടും ബാക്കും ടെമ്പററി ഡോറും കൂടി ഇട്ടിട്ടുണ്ട്. കയറി. വൈകിട്ട് ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ബാക്കിൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മേളിലോട്ട് പോയാൽ ഇപ്പം കാണാൻ പറ്റത്തില്ല, ഇപ്പം സൺസെറ്റിനുള്ള ടൈം ആയിട്ടില്ല. എങ്കിലും മേളിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്ക് കാണാം. ഇതിപ്പോൾ ഇവിടെ ഹാൻഡ് റെയിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു പണിയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഹാൻഡ് റെയിൽ മാത്രമല്ല, വെളിയിലൊരു ചെറിയ ഡോറും കൂടെ ഇടേണ്ടി വരും ഇവിടെ കയറുന്ന ഭാഗത്തായിട്ടേ, ഇല്ലെങ്കിൽ അവളത് ഈ പോകുന്ന പോലെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. പിടിച്ചോ, അവളെ പിടിച്ചോ. അപ്പം മേളിലോട്ട് പോയിട്ട് നമുക്ക് താഴോട്ട് വരാം കേട്ടോ. ഓടുന്നു, ഓടല്ലേ. അങ്ങോട്ട് പോക്കോ, അകത്തോട്ട്. ഓ, മേളിൽ ഇതേ ഇങ്ങനെയാണ് സൺസെറ്റ്. ഇതേ ആ ഭാഗത്തായിട്ട് വരും. അടിപൊളി ലുക്കാണ് കേട്ടോ. ഇപ്പം ഏകദേശം സമയമായി വരുന്നുണ്ട്. ഇതേ വള്ളി എടുത്ത് കൈ വെച്ചേക്കുന്നു, അതങ്ങ് താഴെ കളഞ്ഞേക്ക്. അപ്പോൾ ഈവനിങ്ങിൽ ഇവിടുത്തെ ലുക്ക് ഇതാണ് കേട്ടോ. പൈസ ഉണ്ടാകുമ്പോൾ കോർട്ട്യാർഡ് ചില്ലറ ആഗ്രഹങ്ങളൊന്നും അല്ല. സെറ്റാക്കാം. ജാനി ആള് വീട്ടിൽ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു കേട്ടോ. അതാണ് തലയിൽ ചെറിയൊരു കെട്ടൊക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ടെറസിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ടെറസിൽ ചെറിയൊരു പർഗോളയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പിടിച്ചു. അതേപോലെ തന്നെ നമ്മൾ 2 മാസം മുമ്പ് വൃത്തിയാക്കിയ സ്ഥലമാണ് ഈ കിടക്കുന്നത്. വീണ്ടും കാടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ.
നമ്മുടെ വാട്ടർ ടാങ്ക് അത് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചെയ്യുന്ന സമയത്ത് പ്ലംബിങ്ങിൻ്റെ വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് വാട്ടർ ടാങ്കും കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജാനി ഇവിടെ കിടന്ന് ഓടിക്കളിക്കട്ടെ. താഴെ പോയിട്ട് അവിടുത്തെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഹാളാണ്, അതുപോലെ തന്നെ റൂം, കിച്ചണിന് ടൈലൊട്ടിക്കാൻ വേണ്ടിയിട്ട് മോൾ സൈഡ് വരെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് മൊത്തവും ചെയ്യുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. റൂമും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓൾറെഡി പഴയ വീട്ടിലുള്ളതാണ്. അതിൻ്റെയും പ്ലാസ്റ്ററിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. വൈകുന്നേരം ഈ സ്ഥലം കാണാൻ നല്ലൊരു വൈബാണ് കേട്ടോ. അവിടെ നിന്ന് ആ ജനലിൽ കൂടെ ഇവിടെ ഒരു ഷാഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി മേലിലോട്ട് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. അടുത്ത വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലംബിങ്ങിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാളെയോ മറ്റന്നാളായിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെയും ക്ലോസറ്റിൻ്റെയൊക്കെ കുഴികൾ എടുക്കാൻ വേണ്ടിയിട്ട് ആളിനെ നിർത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്ലംബിങ്ങിൻ്റെ പരിപാടികൾ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.